ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് ആർട്ട് വിത്ത് ഉണ്ണി ശരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫ്യൂടെക് എന്ന കമ്പനിയുടെ ഒരു 5.1 റിമോട്ട് കിറ്റാണ്. മാർക്കറ്റിൽ ഏകദേശം ഒരു 1450 രൂപയുടെ അടുത്ത് വില വരുന്ന റിമോട്ട് കിറ്റാണത്. FT006 എന്ന് പറഞ്ഞ ഒരു മോഡലാണത്. വീഡിയോയ്ക്ക് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് ഓൺലൈൻ വഴിയാണ് ഇത് ബുക്ക് ചെയ്തത്. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലിടാം. നന്നായിട്ട് വെൽ പാക്കഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ റിമോട്ട് കിറ്റ്. ഒരു പൗച്ചിൻ്റെ ഉള്ളിലായിട്ടാണ് എല്ലാം വന്നിട്ടുള്ളത്. ഫ്യൂടെക്കിനെ പറ്റിയിട്ട് ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റിനെ പറ്റി പല റിവ്യൂസും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ലോക്കൽ മാർക്കറ്റിലധികം കാണാത്തൊരു, ഇവിടെ നമ്മുടെ കേരളത്തിലധികം ലഭിക്കാത്തൊരു റിമോട്ട് കിറ്റാണത്. പക്ഷേ നല്ലൊരു റിമോട്ട് കിറ്റാണ് അവരുടെ ഫ്യൂടെക്കിൻ്റെ. നമ്മൾ ജിടെക് കേട്ടിട്ടുണ്ട്, അതുമാതിരി തന്നെ ഫ്യൂടെക്കിൻ്റെയും നല്ലൊരു പെർഫോമൻസ് ഉള്ള, ജിടെക്കിനേക്കാളും കുറച്ച് റേറ്റ് ഉള്ളതാണ്. ഇതാണ് അതിൻ്റെ റിമോട്ട്. നല്ല സാധാ നമ്മൾ 5.1 വരുന്ന റിമോട്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ എല്ലാ 5.1 റിമോട്ട് കിറ്റിൻ്റെ ഒപ്പം കിട്ടുന്ന അതേ മോഡൽ തന്നെയാണത്. നോർമൽ ബാറ്ററി ഇടുന്ന ഒരു റിമോട്ട് കിറ്റ്. റിമോട്ട്. അടുത്തായിട്ട് അതിൻ്റെ കണക്റ്റേഴ്സും അതുപോലെ റോട്ടർ എൻകൗണ്ടറാണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചറിയാം. റോട്ടർ എൻകൗണ്ടറൊക്കെ ഇതാണ് കണക്റ്റേഴ്സ്. നല്ല കുഴപ്പമില്ലാത്ത വയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തരക്കേടില്ലാത്ത, മോശം എന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ റോട്ടർ എൻകൗണ്ടർ, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റ് റിമോട്ട് കിറ്റിലൊക്കെ നമ്മൾ പലതും ഈ റോട്ടർ എൻകൗണ്ടറൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വരും. നോബ്സ് അതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക. പക്ഷെ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എല്ലാം PCBയിൽ തന്നെ കണക്ട് ചെയ്ത് കൊണ്ടിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജിടെക് അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ PCBയിലേക്ക് നമ്മൾ റോട്ടർ എൻകൗണ്ടർ കണക്ട് ചെയ്യണം. അതുമാതിരി വയേഴ്സൊക്കെ കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ആംപ്ലിഫയറിന് ആവശ്യമുള്ള നീളം വയേഴ്സിനുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. ഇതാണ് ഡിസ്പ്ലേ. നല്ല കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ. നല്ലൊരു PCBയിൽ വരുന്നൊരു ഡിസ്പ്ലേ ആണത്. നല്ലൊരു ഡിസ്പ്ലേ. നമ്മൾ സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന ഡിസ്പ്ലേകളും കുറച്ചും കൂടി ഒരു വലിപ്പം കൂടിയൊരു ഡിസ്പ്ലേ ആണത്. നല്ലൊരു PCBയിൽ, ഒരു ഗ്രീൻ മാസ്കിലുള്ള ഗ്രീൻ PCBയിൽ വരുന്ന നല്ല ഡിസൈനിങ്ങിലൂടെ വരുന്നൊരു PCB. നല്ലൊരു ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേയിൽ നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്കൊന്നും അധികം പോകുന്നില്ല. കാരണം
ഇതെൻ്റെ കൊച്ചാണ്, തക്കൂന്ന് ഞങ്ങൾ വിളിക്കും. ഇതിൽ തന്നെ അല്ലാണ്ട് നമുക്ക് USB കണക്ട് ചെയ്യാം. ഈ റിമോട്ട് ഗേറ്റിൽ നമുക്ക് ബ്ലൂടൂത്തും USB അവൈലബിൾ അല്ല. ഇവർ തന്നെ മറ്റൊരു മോഡലിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്, ബ്ലൂടൂത്ത് അടക്കം വിത്ത് USB വരുന്നുണ്ട്. അതിന് റേറ്റ് കൂടുതലാണ്, 2400 റേഞ്ച് വരുന്നതാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ബോർഡ്. ഇത് കണ്ടറിയാം നോർമൽ എന്ന് പറഞ്ഞാൽ മറ്റ് മോഡൽ നമുക്ക് G-Techൻ്റെ മോഡൽ ഏകദേശം അതേ ബോർഡിലുള്ള മെയിൻ ബോർഡാണിത്. അതിൽ നമുക്ക് നേരത്തെ കാണിച്ച നോബുകൾ ഇതൊക്കെ കണക്ട് ചെയ്യേണ്ടാൽ ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു റിമോട്ട് കിറ്റ് കൊണ്ടുള്ള ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കാരണം വേറെ നമുക്ക് ഹോൾഡറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒക്കെ ഇതിൽ തന്നെ കണക്ടർ ഇതിൽ കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് തന്നെ ഇവരിട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു റിമോട്ട് കിറ്റിൻ്റെ ഗുണം അതാണ്. സബിൻ്റെ ഫിൽറ്ററാണ്, അത് നമുക്കിതിൽ നിന്ന് തന്നെ ഈ IC വെച്ചിട്ട് നല്ലൊരു PCBയിൽ നല്ലൊരു ഡിസൈനിങ്ങിൽ ബോർഡ് കണ്ടാൽ നമുക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എൻ്റെ യൂസർ മാനുവൽ, അതായത് നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, അതുമാതിരി USB ബ്ലൂടൂത്തൊക്കെ എങ്ങനെ നമുക്ക് ഈ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്, ഡീകോഡർ ബോർഡൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് എല്ലാം ഈ ഇവരെ യൂസർ മാനുവലിൽ കാണിക്കുന്നുണ്ട്. കണക്ഷൻ ഡീറ്റെയിൽസ്, വയറിങ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിത് നോക്കിയാൽ തന്നെ എല്ലാം മനസ്സിലാവുന്നതാണ്. ഇതാണ് നമുക്ക് ആ പാക്കേജിൽ വരുന്നത്. കണക്റ്റേഴ്സ്, ഡിസ്പ്ലേ, അതുമാതിരി മെയിൻ ബോർഡ്. നമുക്ക് ഇതിൻ്റെ മെയിൻ ബോർഡിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതാണ് DVD ഇൻപുട്ട് കൊടുക്കേണ്ട ഭാഗം. അതായത് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന DVD ഇൻപുട്ട് 5.1 ഇൻപുട്ട് കൊടുക്കേണ്ട ഏരിയയാണത് DVDയുടെ. അതുപോലെ തന്നെ USB-യിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് വരുന്ന സിഗ്നൽസ് അതിൻ്റെ കണക്ട് ചെയ്യേണ്ട ഏരിയയാണ് USB. അതുപോലെ തന്നെ എൻ്റെ ഓക്സ് കണക്ഷൻസ് 3 ഓക്സ് കണക്ഷൻ വരുന്നുണ്ട്, അത് കണക്ട് ചെയ്യേണ്ട ഏരിയയാണത്. ഈ ഭാഗമാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഫുൾ സോക്കറ്റുകളാണ്, നമുക്കത് നേരെ കണക്ട് ചെയ്താൽ മതി. അതുമാതിരി ഇത് ഔട്ട്പുട്ടാണ്, 5.1 ഔട്ട്പുട്ട് എടുക്കേണ്ട ഏരിയയാണ്. 5.1 ഔട്ട്പുട്ട് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യേണ്ട ഏരിയ. അതുമാതിരി ഇത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കൂടെ കണക്ട് ചെയ്യേണ്ട ഭാഗമാണത്. ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ട ഭാഗം ഇവിടെ നിന്നാണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. എല്ലാം കണക്ടറുകളാണ്, നമുക്ക് സുഖമായിട്ട് ഒരു 5.1 ഉണ്ടാക്കാൻ പറ്റിയൊരു ബോർഡാണ്. ഈ റിമോട്ട് കിറ്റിൻ്റെ ഗുണം അതാണ്. ഇതാണ് എൻ്റെ പവർ സപ്ലൈ, 12 വോൾട്ട് പ്ലസ് മൈനസ്. നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയ കണക്ടറുകളൊക്കെ നേരെ കണക്ട് ചെയ്താൽ മതി. നമുക്ക് പ്രത്യേകിച്ചൊരു പണി നമുക്ക് കുറവാണ്. ഇത് നമുക്ക് ഒരു വോൾട്ടേജ് റെഗുലേറ്റേഴ്സാണ്, നല്ല ഹീറ്റാവുന്ന റെഗുലേറ്റേഴ്സാണ്. നമുക്കിത് ഇതിന്ന് ഈ ബോർഡിൽ നിന്ന് മാറ്റി ക്യാബിലിനെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ എത്രയും നന്നായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക.